സംവിധായകൻ ശ്രീകുമാർ മേനോൻ ഇപ്പോൾ സംസാരിക്കുകയാണ് ഒടിയൻ ചിത്രത്തെക്കുറിച്ച്. ദൈവം ഒരു ഭയങ്കര സംഭവമാണ്. അദ്ദേഹം മഹാനാണ്. കാരണം 21 ചിത്രങ്ങൾ ശ്രീ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ തികച്ചും പുതുമുഖനായ ഒരു സംവിധായകനെ അദ്ദേഹം ഇതുവരെ സംവിധാനം ഏൽപ്പിച്ചിട്ടില്ല. ലാലേട്ടൻ്റെയും ശ്രീ ആന്റണി പെരുമ്പാവൂരിൻ്റെയൊക്കെ ധൈര്യം സമ്മതിച്ചിരിക്കുന്നു. കാരണം അതാണ് ഒരു ദൈവത്തിൻ്റെ ഒരു കളിയെന്ന് ഞാൻ പറയുന്നത്. കാരണം ഇതൊരു മുജ്ജന്മ പുണ്യമാണെന്ന് ഞാൻ കരുതുന്നു. കാരണം ഈ ജന്മത്തിൽ ഇത്രയൊക്കെ ഭാഗ്യം കിട്ടാൻ ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ കാരണവന്മാർ ചെയ്ത ഒരു മുജ്ജന്മ പുണ്യം എന്നേ ഞാൻ ഇതിനെ കരുതുന്നുള്ളൂ. ഒടിയൻ എന്ന് പറഞ്ഞാൽ ഞാനും ഹരിയേട്ടനൊക്കെ ഒടിയന്മാരുടെ കുടികുത്തിവാണ നാട്ടിൽ പാലക്കാടിൽ നിന്ന് വന്നവരാണ് ഞങ്ങൾ. കാരണം ഞങ്ങളുടെ പണ്ട് കുട്ടിക്കാലങ്ങളിൽ കേൾക്കുമായിരുന്നു, സന്ധ്യയാവണ കുട്ടി പുറത്തു പോകണ്ട, വാഴക്കൂട്ടത്തിൻ്റെ അടിയിലോ വേലിൻ്റെ അപ്പുറത്തോ ഒടിയന്മാർ ഒളിഞ്ഞു നിൽക്കുന്നുണ്ടാവും, ഒറ്റയ്ക്ക് നടക്കണ്ട വരമ്പത്ത് കൂടെ എന്നൊക്കെ കേട്ട മുത്തശ്ശി കഥകൾ കേട്ട് വളർന്ന ബാല്യമാണ് ഞങ്ങൾ രണ്ടുപേരുടെയും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി യാദൃശ്ചികമായിട്ട് ഒരിക്കൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു ത്രെഡാണ് ഒരു ഒടിയൻ്റെ കഥ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു സീൻ എഴുതാം എന്ന് പറഞ്ഞു. ഒരു സീൻ എഴുതിക്കൊണ്ടുവന്നു. ആ ഒരു സീനിൽ ഒരു സിനിമയുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു തിരക്കഥയുമായിട്ട് ഞങ്ങൾ വെറുതെ ഒരു റഫായ ഒരു സാധനമായിട്ട് ശ്രീ ആന്റണിയെ കാണാൻ പോയിരുന്നു. അപ്പോഴാണ് നമ്മൾ പുറമേ നിന്ന് കേട്ട ആന്റണിയും യഥാർത്ഥ ആന്റണിയും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് മനസ്സിലായി. കാരണം ആന്റണി പെരുമ്പാവൂർ എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും നല്ലൊരു സ്ക്രിപ്റ്റ് ഡോക്ടറാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനപ്പുറം അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ മോഹൻലാൽ ഫാനാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇതിലൊരു സംഭവമുണ്ട്, പക്ഷെ അതിനെ ഇങ്ങനെയൊക്കെ ആക്കി കഴിഞ്ഞാൽ അത് നന്നാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അദ്ദേഹം പറഞ്ഞ അങ്ങനെയൊക്കെ ആക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് നമുക്ക് ചെയ്യാം. അപ്പോൾ ലാലേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, ആന്റണി ഇതൊരു ചെറിയ പടമല്ല തോന്നുന്നു, കുറച്ച്. അപ്പോൾ ആന്റണി പറഞ്ഞൊരു വാക്ക് എന്നെ വല്ലാതെ കൊണ്ടു. കാരണം അദ്ദേഹം പറഞ്ഞു, ഈ പടത്തിന്റെ ബഡ്ജറ്റ് ഇട്ടിട്ടില്ല സാർ, ഈ പടത്തിന് എന്താണോ കോസ്റ്റ് ലാൽ സാർ, അതാണ് ഈ പടത്തിന്റെ ബഡ്ജറ്റ്. അതാണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ധൈര്യം. അങ്ങനെ അവിടെ നിന്ന് തുടങ്ങുകയാണ് ഒടിയന്റെ യാത്ര. അപ്പൊ ആരാണ് ഈ ഒടിയൻ? ഒരുപാട് മിത്തുകൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് ലെജൻഡ് നമ്മൾ കേട്ടിട്ടുണ്ട്. ആരാണ് ഈ ഒടിയൻ? ഒടിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്രൂരനായ ഒരു പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയുടെ ഭ്രൂണം ഒരു മുളവടി കൊണ്ട് കുത്തി തുറന്ന് അതെടുത്ത് ചെവിയിൽ വെച്ച് ഒരു മന്ത്രം രൂപമായി മാടായും കാളയായും പോത്തായും മൃഗമായും ക്രൂരമായ മൃഗമായും ആളുകളുടെ മുന്നിലേക്ക് ചാടി വീണ് പേടിപ്പിച്ചു കൊല്ലുന്നവരുമാണ് ഒടിയന്മാർ. ഇങ്ങനെ എത്ര കഥകളാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ആരാണ് ഈ ഒടിയൻ? യഥാർത്ഥത്തിൽ പാരമ്പര്യമായി കിട്ടിയ ഒരു കല, ആ കലയെ അതിവിദഗ്ധമായി ഉപയോഗിക്കുകയും ആ കലയുടെ ഒരു എന്താ പറയാ ഒരു ഉച്ചായ സ്ഥാനങ്ങൾ ഓരോരോ ഒടിയന്റെ മനോധർമ്മം അനുസരിച്ച് അവരുടെ കഴിവനുസരിച്ചിട്ട് അവർ പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അസാമാന്യ കായിക വിദഗ്ധനാണ് ഒടിയൻ. അപ്പൊ ഈ മിത്തിന്റെയും യാഥാർത്ഥ്യത്തിന്റെയും ഇടയിലുള്ള ഒരു ചെറിയൊരു അന്വേഷണം, ഒരു യാത്രയാണ് ഈ ഒടിയൻ. ഒറ്റ വാക്ക് പറഞ്ഞാൽ ഒരു പക്ക മാസ് ത്രില്ലർ. 5 പാട്ടുകൾ ശ്രീ ജയചന്ദ്രൻ സംഗീത സംവിധാനം ചെയ്ത ശ്രീ റഫീഖ് അഹമ്മദ് എഴുതി, പിന്നെ എൻ്റെ മകൾ ലക്ഷ്മി ആദ്യമായി ഈ പടത്തിന് വേണ്ടി 2 പാട്ട് എഴുതിയിട്ടുണ്ട്. ലക്ഷ്മി ശരത് അവൾ എഴുതിയ 2 പാട്ടുകൾ എഴുതിയ മനോഹരമായ 4 പാട്ടുകൾ, 5 പീറ്റർ ഹെയിന്റെ സിഗ്നേച്ചർ സ്റ്റണ്ടുകൾ, ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ത്രസിപ്പിക്കുന്ന ലാലേട്ടന്റെ 5 ഡയലോഗുകൾ, ഇതെല്ലാം അടങ്ങിയ ഒരു മാസ് എന്റർടൈനർ. അതിനെ എങ്ങനെ കലാപരമായിട്ട് ഒന്ന് ചിട്ടപ്പെടുത്താം എന്നുള്ള ചെറിയൊരു ശ്രമത്തിൽ മാത്രമാണ് ഞാൻ. അപ്പോൾ എന്നെ ഭയപ്പെടുത്തുന്നത് ഒറ്റതൊരു കാര്യം മാത്രമേ ഉള്ളൂ, ലാലേട്ടന്റെ ഫാൻസ്. അദ്ദേഹത്തിനെ ഭ്രാന്തമായി സ്നേഹിക്കുന്ന, അദ്ദേഹത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിരിക്കുന്ന ലക്ഷക്കണക്കിന് ലാലേട്ടന്റെ ഫാൻസ്, അവർ എനിക്ക് ചിലപ്പോൾ മാപ്പ് തരില്ല ഇതിലെന്തെങ്കിലും പാളിയാൽ. ഒരു കുട്ടിയുടെ അച്ഛനാണ് ഞാൻ, ആ ഒരു പേടി മാത്രമേ മനസ്സിലുള്ളൂ. പിന്നെ എന്നെ സ്നേഹിക്കുന്ന, എന്നെ അനുഗ്രഹിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ആളുകളോട് വന്നിട്ടുണ്ട്. അവരുടെ എല്ലാം സ്നേഹവും അനുഗ്രഹത്തിനും നന്ദി. എൻ്റെ അമ്മാവനും അമ്മായിയും വന്നിട്ടുണ്ട്, അവരെൻ്റെ അച്ഛനും അമ്മയും സ്ഥാനത്തുള്ളതാണ്. എൻ്റെ ഒരു ഗുരുനാഥൻ വന്നിട്ടുണ്ട്, എൻ്റെ സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ശക്തി, എൻ്റെ താങ്ങ്, തണല്, ക്ലീശേ വാക്കുകളാണ്, പക്ഷെ വേറെ വാക്കുകളൊന്നും പറയാനില്ലാത്തതുകൊണ്ട് പറയാണ്. എൻ്റെ ഭാര്യ ഷർമിള,
ശർമ്മള വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് എന്നെ സ്നേഹിക്കുന്നു, ഉമ്മൻചാണ്ടി സാറും, അങ്ങനെ ഒരുപാട് പേര്, മുരളിയേട്ടനും ബെന്നിച്ചേട്ടനൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എന്നെ ഇവിടെ വല്ലാതെ കുത്തി നോവിക്കുന്ന ഒരു അഭാവം ഉണ്ട് ഇവിടെ. CA പഠിച്ചുകൊണ്ടിരുന്ന ഞാൻ പരസ്യത്തിൻ്റെ ഭ്രാന്ത് പിടിച്ച് പരസ്യരംഗത്തിലേക്ക് വരുമ്പോൾ കലയും കച്ചവടവും നിനക്ക് പറഞ്ഞിട്ടില്ല മകനെ എന്ന് പറഞ്ഞ് എന്നെ തടഞ്ഞ രണ്ടുപേർ. അന്ന് എൻ്റെ ഉള്ളിലെ റിബൽ അവർ പറഞ്ഞത് കേൾക്കാതെ പരസ്യരംഗത്തേക്ക് എത്തുപോവുകയും അവർ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണെന്ന് വെറും 10 മാസത്തിനുള്ളിൽ മനസ്സിലാക്കുകയും ചെയ്ത് ഒരു 15 കോടി രൂപ കടം 22-ാം വയസ്സിൽ ഏറ്റുവാങ്ങിയവനാണ് ഞാൻ. അതിനുശേഷം അവർ പാരമ്പര്യമായി കിട്ടിയതും അവർ അവരുടെ ജീവിതത്തിൽ സമ്പാദിച്ചു കൂട്ടിയതായ എല്ലാ സമ്പാദ്യങ്ങളും എൻ്റെ കടം വീട്ടാൻ വേണ്ടി എനിക്ക് എഴുതി തന്നു. മകൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടും കെടാവളക്ക് കൊളുത്തി വെച്ച് പൂജാമുറിയിൽ പ്രാർത്ഥിച്ച ഒരമ്മ. 150ഓളം ചെക്ക് കേസുകൾ, പത്രക്കാർ കൊടുത്ത ചെക്ക് കേസുകളിൽ, എനിക്ക് കിട്ടാത്ത കാശിൻ്റെ പേരിൽ എനിക്ക് കൊടുത്ത ചെക്ക് കേസുകളിൽ ഞാൻ ഓരോ കോടതികളിലും ജാമ്യം എടുക്കാൻ പോകുമ്പോഴും പോലീസ് സ്റ്റേഷനുകളിലും എനിക്ക് വേണ്ടി എൻ്റെ ഒപ്പം വന്ന ഒരു പ്രായം ചെന്ന മനുഷ്യൻ, എൻ്റെ അച്ഛൻ. ഈ മകൻ ഇങ്ങനെയൊന്നും നിൽക്കുന്നത് കാണാൻ കഴിയാതെ, അതിനുള്ള ഒരു ഭാഗ്യം കിട്ടാതെ ആദ്യം എൻ്റെ അച്ഛൻ പോയി ICU ബെഡിൽ കിടക്കുമ്പോൾ എന്നോട് ചോദിച്ചു, നീ എന്ത് ചെയ്യും? ഞാൻ പോയാൽ എന്ത് ചെയ്യും എന്നാണോ ചോദിച്ചത്, അതോ നീ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ ചോദിച്ചതെന്നുള്ള ഉത്തരം എനിക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. അതേപോലെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഭഗവത്ഗീത നെഞ്ഞിൽ വെച്ച് ഉറക്കത്തിൽ നിന്നും എണീക്കാതെ പോയി എൻ്റെ അമ്മ. ആ രണ്ടുപേരുടെ അഭാവം ഞാൻ അറിയുന്നു. അതേപോലെ ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു നനുത്ത കൈത്തലം എൻ്റെ തലയിൽ ഞാൻ അനുഭവപ്പെടുന്നു. എനിക്കിപ്പോൾ പറയാനുള്ളത്, ദൈവങ്ങളുടെ അനുഗ്രഹം ലാലേട്ടനും ആൻ്റണിക്കും എന്തായാലും ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ ഈ രണ്ട് ആത്മാക്കളുടെ സ്നേഹവും അവരുടെ അനുഗ്രഹവും പുണ്യവും നിങ്ങളോടൊപ്പം ഉണ്ടാവും. കാരണം നിങ്ങളിവിടെ ഒരു സംവിധായകനെയല്ല സൃഷ്ടിക്കുന്നത്, പൂർത്തീകരിക്കാതെ പോയ ഒരു മോഹവുമായി മരിച്ചുപോയ രണ്ട് ധന്യാത്മാക്കളുടെ ഒരു സ്വപ്നമാണ് നിങ്ങൾ സാക്ഷാത്കരിക്കുന്നത്. ഓഡിയൻ്റെ മേലും ഒരു അനുഗ്രഹമായി, ഒരു വഴിവിളക്കായി അവരുടെ അനുഗ്രഹം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.